മോദിയെ സ്വീകരിക്കാൻ തൃശൂർ. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടാകുമോ? തൃശൂരിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ബിജെപിയുടെ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇത്തവണ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാണ്. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ബിജെപിയുടെ ശ്രമങ്ങളുടെ തുടർച്ചയും മോഡിയുടെ കേരള സന്ദർശനത്തിൽ ഉണ്ടാകും. നാളെ കഴിഞ്ഞ് വൈകിട്ട് തൃശൂരിൽ നടക്കുന്ന വനിതാ സംഗമത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. തൃശൂർ സീറ്റ് ആരുടെയും കുത്തകയല്ലെന്നും ഇത്തവണ സീറ്റ് പിടിക്കുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ ന്യൂസ് 18 പറഞ്ഞു. അങ്ങനെ ആരുടെയും കുത്തകയൊന്നുമല്ല. തൃശ്ശൂർ മണ്ഡലം മാറി മാറി മുന്നണികൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഫ്ലോട്ടിംഗ് വോട്ട് ധാരാളമുള്ള മണ്ഡലമാണ്. നിഷ്പക്ഷ വോട്ടർമാർ 50% ഉള്ള മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ഇത്രയും കാലം ബി ജെ പി എന്തുകൊണ്ട് ജയിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം ബി ജെ പിക്ക് ഒരു ജയസാധ്യതയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ ജയസാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും അത് ജനങ്ങൾ ഒരു വൈമുഖ്യം കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് തൃശ്ശൂര് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണ് എന്ന് തൃശ്ശൂരിലെ വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ജയസാധ്യതയിലേക്ക് ബി ജെ പി എത്തിയതോടുകൂടി ഇത്രയും കാലം ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്ന നിരവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യും. ഇത്രയും കാലം അവർക്ക് ജയിക്കില്ല എന്നുള്ളത് കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ ഞങ്ങളോട് അനുഭാവം പുലർത്തുന്നവരാണ്, ബി ജെ പി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. ഇത് ഞങ്ങൾ വെറുതെ ഒരു ആഗ്രഹം പറയുന്നതല്ല. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി ക്രമാനുഗതമായിട്ട് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ് തൃശ്ശൂര്. 2014 ഞങ്ങൾക്ക് 1 ലക്ഷം വോട്ടാണ് കിട്ടിയതെങ്കിൽ അത് ഞങ്ങൾക്ക് 2019 വന്ന സമയത്ത് 3 ലക്ഷം വോട്ടായിട്ട് വർദ്ധിച്ചു. വലിയ വർധനമായിട്ടുണ്ടായത്. അത്രയും വർധന ആവശ്യമില്ല 2024 ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു സ്ഥിരമായിട്ട് ഒരു നല്ലൊരു വോട്ടിംഗ് പെർസെന്റേജ് ഞങ്ങൾ തൃശ്ശൂർ നിലനിർത്തിയിട്ടുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി കൂടി വരുന്നതോടുകൂടി 50% വോട്ട് പിടിക്കാൻ സാധിക്കുന്ന മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സി വി അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഏവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് അടുത്തിരിക്കെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. മോദി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുപരി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു തൃശ്ശൂർ മോദിയെ സ്വീകരിക്കാൻ? ബി ജെ പിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കേളികൊട്ടാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നതെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായിട്ട് തൃശ്ശൂരിനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട്. അതാണ് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇത്ര ഒരു സമ്മേളനം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വിളിച്ചു ചേർക്കുന്നത്. ഇതൊരു ശക്തി പ്രകടനത്തിന്റെ വേദി കൂടിയാക്കിയിട്ടാണ് ബി ജെ പി കാണുന്നത്. 2 ലക്ഷത്തിലേറെ വനിതകളെ ഈ ഒരു സമ്മേളനത്തിൽ അണിനിരത്തുന്നുണ്ട്. മോദി പങ്കെടുക്കുന്ന റോഡ് ഷോയുണ്ട്. അതായത് കേരളത്തിൽ ഇതുവരെ ബി ജെ പി നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മാസ് സമ്മേളനമായിരിക്കും, മഹാസമ്മേളനമായിരിക്കും തൃശ്ശൂരിലേതെന്നാണ് ബി ജെ പി നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാകുന്നത്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ സമയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് 1 മണിക്കൂർ നേരത്തെയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിയോടെ അദ്ദേഹം തൃശ്ശൂരിലെത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലെ സ്വരാജ് റൌണ്ടിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. ഏതാണ്ട് 3/4 കിലോമീറ്റർ ദൂരം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും. റോഡ് ഷോ തൃശ്ശൂരിലെ പഴയ ജില്ലാശുപത്രിക്ക് അടുത്തുനിന്ന് ആരംഭിച്ച് നായ്ക്കനാൽ വരെയൊക്കെ റോഡ് ഷോയാണ്. ഈ സമ്മേളനത്തിൽ വനിതകൾക്ക് മാത്രമാണ് പ്രാധാന്യം അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുക. അതിൽ പങ്കെടുക്കാത്ത മറ്റ് പ്രവർത്തകർ ഈ റോഡ് ഷോയിലാണ് പങ്കെടുക്കുക. അതിനുശേഷം അദ്ദേഹം വേദിയിലെത്തും. 2 മണിക്കൂറോളം സമയം ഈ ഒരു സമ്മേളനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നരേന്ദ്രമോദി പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള സാധ്യതയും ഈ ഒരു സമ്മേളനത്തിലുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ പ്രധാന നേതാക്കളും, കേന്ദ്ര നേതാക്കൾക്കൊപ്പം എല്ലാ പ്രധാന നേതാക്കളും പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഈ മഹിളാ ശക്തി സമ്മേളനം. വലിയ ഒരുക്കങ്ങൾ, വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇതിനുവേണ്ടി ഇപ്പോൾ തന്നെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലെ വടക്കുന്നാഥ മൈതാനത്ത് നായ്ക്കനാലിന്റെ മുൻപിലാണ് വേദി ഒരുങ്ങുന്നത്. 2 ലക്ഷത്തോളം പേരെ ഇരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വനിതകൾക്ക്
മാത്രമാണ് അവിടേക്ക് പ്രവേശനം. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളും പരിശോധനകളും നാളെ മുതൽ ഉണ്ടാകും. ഒരുക്കങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം BJP പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ എന്നവണ്ണം നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് വരാനിരിക്കുന്ന പ്രചാരണ പരിപാടികളുടെ തുടക്കമായിട്ട് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇതിന് മോദിക്ക് പിന്നാലെ മുതിർന്ന നേതാക്കളെല്ലാം ഏറെ വൈകാതെ തൃശ്ശൂരിൽ എത്തും എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരി.